ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ജപ്പാനിൽ നിന്ന് നാട്ടിലേക്ക്, അതായത് കൊച്ചിയിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ട്രാവൽ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടോക്കിയോയിലെ ഹനഡ എയർപോർട്ടിൽ നിന്നുള്ള അതിരാവിലെ 2:30 AM വിജെറ്റ് ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അറൗണ്ട് 7:20 AM വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിൽ ഞങ്ങൾ എത്തിച്ചേരും. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വിജെറ്റിൽ യാത്ര ചെയ്യണത്. വിജെറ്റ് എന്ന് പറയുന്നത് ഒരു ബജറ്റ് എയർലൈനാണ്. ഏകദേശം 60,000 ഇന്ത്യൻ റുപ്പിയാണ് റൗണ്ട് ട്രിപ്പ് ആയത്. ഈ ലെഗ് സ്പേസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. ഷോർട്ടായിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ബട്ട് നമ്മുടെ ടോളായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അഡ്ജസ്റ്റബിൾ ആണ്. ബിസിനസ് ക്ലാസ്സിന് തൊട്ട് ബാക്കിലുള്ള സീറ്റായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. സോ ഞങ്ങൾക്ക് ബാക്കിയുള്ള സീറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെഗ് സ്പേസ് കൂടുതലുള്ള ഒരു ഫീൽ നമുക്ക് തോന്നിയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ അധികം തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ബ്ലാങ്കറ്റോ ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റിലിപ്പോൾ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവർ ആക്ച്വലി ആദ്യം വിയറ്റ്നാം ഭാഷയിൽ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ പറയും, ഒരു സെൻറ്റൻസ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് പറയണത്. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഓവറോൾ ഗുഡായിരുന്നു. നമുക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വിജെറ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു ഓവർവ്യൂ എടുത്താൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇവയാണ്. ലഗേജ് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കൊണ്ടുവരാനും പറ്റും. അമിതമായ നിരക്ക് ഇവർ ആഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത് ലഗേജ് കീപ്പിംഗ് ആണ്. നല്ല വൃത്തിക്ക് ലഗേജിനൊരു പോറ പോലും പറ്റാതെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നത് 2 പ്രാവശ്യം. മൂന്നാമത്തേതായിട്ട് നോക്കിയാൽ ഫിനാൻഷ്യലി അത് ഭയങ്കര ലാഭകരമാണ്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് അത്ര പോരായിരുന്നു. എല്ലായ്പ്പോഴും അധികം ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ചൂടോടുകൂടി ഇവിടെ തരുമ്പോൾ ഓക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ സോസും തന്നിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു റൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ആ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ബട്ട് എന്നാലും ഫുഡ് അത്ര പോരായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ലേ ഓവറാണ്. ലേ ഓവർ 11 hours ഞങ്ങൾക്കുണ്ടായിരുന്നു. വിയറ്റ്നാമിൽ 11 hours ലേ ഓവർ ഉള്ളതിനാൽ ഞങ്ങൾ വിയറ്റ്നാം വിസ എടുത്തിരുന്നു. സിംഗിൾ എൻട്രി വിസയായിരുന്നു എടുത്തത്. $25 ആയിരുന്നു പേ ചെയ്തത്. ഏകദേശം അത് 2,000 to 2,500 INR വരും. 3 to 5 days ആയിരുന്നു പ്രോസസ്സിംഗ് ടൈം. Vòng dây qua eo, cài khóa và thắt chặt dây. Clip on the waistband and pull it tight. Quý khách làm vòng áo phao tại cửa thoát hiểm bằng cách giật mạnh thẻ đỏ. At the exit before leaving the aircraft, pull the red tab to inflate your life vest. Nếu áo phao không phồng lên, quý khách có thể tự làm vòng áo phao bằng cách thổi vào miệng van. If it fails to inflate, blow into the tubes. Ngoài ra, trên áo phao còn có một đèn và còi để thu hút sự chú ý trong trường hợp cứu nạn. There is a light and a whistle to attract attention. Trên máy bay có 8 cửa thoát hiểm. Xin quý khách lưu ý vị trí cửa thoát hiểm gần nhất. There are 8 exits on the aircraft. Please locate your nearest exit. 2 cửa ở phía sau, 2 exits in the rear. 4 cửa ở giữa khoang hành khách, 4 exits in the middle và 2 cửa ở phía trước, 2 exits in the front. Trong quá trình thoát hiểm, quý khách lưu ý bỏ lại hành lý. During evacuation, leave your hand luggage. Nếu có khói trong khoang khách, quý khách hãy cúi thấp người và đi theo phía đèn thoát hiểm đến cửa thoát hiểm gần nhất. If there is smoke in the cabin, please bend low and follow the emergency lights to the nearest exit. Quý khách vui lòng đọc bản hướng dẫn an toàn được đặt ở túi ghế phía trước. Please read the safety information card stowed in the seat pocket in front of you carefully. Xin cảm ơn. ഞങ്ങൾ അങ്ങനെ ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ലൈറ്റ് ഓൺ ആക്കിയപ്പോഴേക്കും പ്രീ ഓർഡർ ചെയ്ത ഫുഡ് വന്നിരുന്നു. ക്യാഷ്യൂ നട്ട്സും റൈസ് ആൻഡ് ചിക്കനും ഒരു കുപ്പി വാട്ടറുമായിരുന്നു കിട്ടിയത്. ഹസ്ബൻഡ് തായ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. റൈസ് ആൻഡ് ചിക്കനേക്കാൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് തായ് ഫ്രൈഡ് റൈസ് ആയിരുന്നു.
കറക്റ്റ് ടൈം തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരുന്നു. ലേ ഓവർ 5 hours കൂടുതലുള്ളതിനാൽ $10 2 കൂപ്പൺ വിജിറ്റ് കൗണ്ടറിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ കൂപ്പൺ വെച്ച് കൂപ്പണിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് സാധിക്കും. സോ ഫസ്റ്റ് ഞങ്ങൾ കൂപ്പൺ കളക്ട് ചെയ്തിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ ക്യൂ നിന്നു. പീക്ക് ടൈം ആയതിനാൽ ഏകദേശം 2 hours ക്യൂ നിൽക്കേണ്ടി വന്നു ഇമിഗ്രേഷൻ പ്രോസസ്സ് കഴിയാനായിട്ട്. ഞങ്ങളങ്ങനെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് താൻസൻ എയർപോർട്ടിൻ്റെ പുറത്തെത്തി. ജപ്പാനിൽ വെച്ച് ഞങ്ങളൊരു വിയറ്റ്നാമിൻ്റെ സിം പർച്ചേസ് ചെയ്തിരുന്നു. പക്ഷേ അത് നമുക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നുണ്ടായിരുന്നില്ല. വൈഫൈയുടെ സ്ട്രെങ്ത് പോരായിരുന്നു. അതുപോലെ തന്നെ ആ സെയിം കമ്പനി നമുക്ക് അവിടെ കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് വീണ്ടും ഒരു പുതിയൊരു സിം എടുക്കേണ്ടി വന്നു. വിയറ്റ്നാമിലെ ചിലവുകൾക്കായിട്ട് ഞങ്ങളൊരു 10,000 ജാപ്പനീസ് yen അവിടെ വെച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്തിരുന്നു വിയറ്റ്നാം ഡോണിലേക്ക്. ഞങ്ങൾക്കങ്ങനെ 15 ലക്ഷം ഡോങ് ലഭിച്ചു. ഇത് 10,000 ജാപ്പനീസ് എന്ന് പറയുന്നത് ഏകദേശം 6,000 ഇന്ത്യൻ റുപ്പിയാണ്. ക്യാബ് വഴി ടാക്സി ബുക്കിംഗ് എളുപ്പമായിരുന്നു. പക്ഷേ ഡ്രൈവറുമായി കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ അല്പം പ്രശ്നമായി. ഡ്രൈവറിൻ്റെ ലൊക്കേഷൻ ഞങ്ങൾക്കും ഞങ്ങളുടെ ലൊക്കേഷൻ ഡ്രൈവർക്കും അറിയില്ലായിരുന്നു. ഫോൺ വിളിച്ച് സംസാരിച്ചെങ്കിലും അവർ വിയറ്റ്നാമീസ് ഭാഷയിലാണ് സംസാരിച്ചത്. അവർക്ക് ഇംഗ്ലീഷും അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഡ്രൈവർ ഞങ്ങളെ കണ്ടുമുട്ടി. അങ്ങനെ യാത്ര തുടർന്നു. വിയറ്റ്നാമിലെ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഒരു കഫേ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിയറ്റ്നാമിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായ ഹോച്ചിമിൻ സിറ്റിയിലെ ടൗൺ ഏരിയയാണ്. വിയറ്റ്നാം കണ്ടപ്പോൾ എനിക്ക് ഏറെക്കുറെ നമ്മുടെ കേരളത്തിലെ തന്നെ അത്യാവശ്യം നല്ലൊരു ടൗൺ ഏരിയ ആയിട്ടാണ് തോന്നിയത്. പിന്നെ നല്ല നീറ്റുമാണ് ഏകദേശം എല്ലാ സ്ഥലവും. ഇവിടെയും നമ്മളെപ്പോലെ തന്നെ നല്ല ചൂടാണ്. പക്ഷേ ഇവിടുത്തെ ലേഡീസൊക്കെ നല്ല ഫെയറാണ്. പക്ഷെ പുരുഷന്മാരെ കുറച്ചുകൂടെ ബ്രൗണിഷാണ്. അത്രയും ലേഡീസിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഫെയറായിട്ട് തോന്നിയിട്ടില്ല. കുറച്ചുകൂടെ ടാനൊക്കെ അടിച്ച് ആ ഒരു രീതിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ പാനിപ്പൂരിയും ഫ്രൈസൊക്കെ വിൽക്കുന്ന പോലെ ചെറിയ തട്ടുകടയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. നമ്മൾ ഇറങ്ങാനുള്ള സമയം എത്താറായതുകൊണ്ട് നമ്മൾ ക്യാഷൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വിയറ്റ്നാമിൻ്റെ കറൻസിക്ക് മൂല്യം കുറവായതിനാൽ ലക്ഷങ്ങളൊക്കെയാണ്. സോ എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇതാണ് കഫേ അപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴും ഓരോ അപ്പാർട്ട്മെൻറ്റ് കഫേ അപ്പാർട്ട്മെൻറ്റ്സ് കാണാൻ പറ്റും. പിന്നെ അവർ കഫേൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്പൊന്നും കുറച്ച് വെട്ടമൊന്നുമില്ല, അങ്ങനെ കുറച്ച് ഇരുട്ടൊക്കെയാണ്. പക്ഷേ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പോഴത്തേക്കും നന്നായിട്ട് അവർ അലങ്കരിച്ചും ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതായിരുന്നു ഞങ്ങൾ കഫേ അപ്പാർട്ട്മെൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചൂസ് ചെയ്ത ഷോപ്പ്. ഇവിടെ വെറൈറ്റി കോഫീസ് ഉണ്ടായിരുന്നു. എഗ് കോഫി ഉണ്ട്, അതുപോലെ തന്നെ കോക്കനട്ട് കോഫി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ അത് രണ്ടും ഓരോന്നും പറഞ്ഞു ടേസ്റ്റ് നോക്കാമെന്ന് വേണ്ടി. അതുപോലെ തന്നെ വേറൊരു ചോക്ലേറ്റ് കോഫിയും കൂടെ പറഞ്ഞു. പിന്നെ സാൻഡ്വിച്ചും ഇവിടുത്തെ ഒരു സാൻഡ്വിച്ചും പറഞ്ഞു. അത്രയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എഗ് കോഫിയും അതുപോലെ തന്നെ കോക്കനട്ട് കോഫി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് കോക്കനട്ട് കോഫി കുറച്ചുകൂടെ നമുക്ക് കുടിക്കാൻ പറ്റും. പക്ഷേ എഗ് കോഫി നമുക്ക് കുറച്ച് 2-3 സിപ്പ് കുടിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പാകും. ഇതാണ് കഫേ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഞങ്ങളങ്ങനെ വിയറ്റ്നാമിൻ്റെ തെരുവുകളിൽ കൂടി ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇതാ അവിടെ ഒരു 7-Eleven. ഇപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊരു കാലത്ത് വിയറ്റ്നാം ജപ്പാൻ്റെ അധീനതയിലായതുകൊണ്ട്
ആയിരിക്കാം. ഇവിടെ കുറേ ജാപ്പനീസ് റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ സക്കെ ഷോപ്പ്, അതുപോലെ തന്നെ നൂഡിൽസ് ഷോപ്പ്, സുഷി ഷോപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ചുറ്റി സഞ്ചരിച്ച് കത്തോലിക്ക ബസിലിക്ക ഓഫ് സൈഗോൺ ചർച്ചിൻ്റെ മുന്നിൽ 1959 സ്ഥാപിച്ച മാതാവിൻ്റെ പ്രതിമയുടെ മുന്നിലെത്തി. ഇത് അവർ ലേഡി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. (1957) വിയറ്റ്നാം യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കൻ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ആൾക്കാരെ രക്ഷിച്ച അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ പുറത്താണേലും നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. സോ പിന്നെ ഞങ്ങൾ അവിടെയാണ് വിസിറ്റ് ചെയ്യാൻ പോയത്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബന്ദാർ മാർക്കറ്റ് ആയിരുന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബന്ദാർ മാർക്കറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഷോപ്പിങ്ങിന് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ പ്ലേസാണ് ബന്ദാർ മാർക്കറ്റ്. ഇവിടെ ഫ്രൂട്ട്സ്, നട്ട്സ്, ഡ്രസ്സ് ഒക്കെ ഇവിടെ ലഭിക്കും. ബന്ദാർ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞ് ടാക്സിയിൽ കയറി എയർപോർട്ടിലേക്ക് തിരിച്ചുപോയി. 15 lakh ഡോങ്ങിൽ നിന്ന് 7 lakh ഡോങ്ങാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഏകദേശം ചിലവായത്. അത് ഏകദേശം 2400 INR ആണ്. ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ തിരിച്ചെത്തി. ഞങ്ങൾ രാവിലെ വാങ്ങിയ $10 2 കൂപ്പൺ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 കൂപ്പൺ. അത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അന്ന് ഫസ്റ്റ് ഷോപ്പ് കണ്ടുപിടിക്കണം. അതിനൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ ഫുഡായിരുന്നു അവിടുത്തെ. വിയറ്റ്നാം കണ്ടതിൻ്റെ വെച്ചൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വിയറ്റ്നാം ഒരു ലെസ് എക്സ്പെൻസീവ് ആയിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡുകളൊക്കെ നല്ലതായിട്ട് കൊള്ളാം. പിന്നെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് ടാക്സി അതുപോലെ തന്നെ ചില ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റം അത്യാവശ്യം നല്ല റൂഡായിട്ടായിരുന്നു. അതൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാക്കിയത്.